ഇസ്രയേലും അറബുകളുമായിട്ടുള്ള സംഘർഷത്തിൽ. അന്ന് അറബ്സ് അറ്റാക്ക് പാലസ്തീൻ എന്നായിരുന്നു അന്നത്തെ പത്രവാർത്തകളൊക്കെ. 48-ലെ യുദ്ധത്തെക്കുറിച്ചുള്ള അറബ്സ് ആണ്. ഈ പാലസ്തീൻ എന്ന് പറയുന്നത് ഒരു പടപ്പാണ്, ഒരു പുതിയ പടപ്പാണ്. അത് ശരിക്കും 64-ലാണ് PLO ഉണ്ടാവുന്നത്. അത് അറബ് ലീഗ് ഉണ്ടാക്കിയ ഒരു സംഗതിയാണ്. നിങ്ങൾ അവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കും, ഞങ്ങൾ ബാക്കിയെല്ലാം തരാം. ഈ അറബിയൻ രാജ്യങ്ങളാണ് മിക്കവാറും 1948-ല് ജൂതർക്കെതിരെ യുദ്ധം ചെയ്തിട്ട് എന്തൊക്കെയാണ് കൈവശപ്പെടുത്തിയത്? ഗോലാൻ ഹൈറ്റ്സ്, സിറിയയുടെ വെസ്റ്റ് ബാങ്ക്, ജോർഡൻ അടിച്ചുകൊണ്ട് പോയി, ഗാസ, ഈജിപ്റ്റ് അടിച്ചുകൊണ്ട് പോയി. ബാക്കിയുള്ള സ്ഥലത്ത് നിന്ന് ഇസ്രയേലിന് 55% സ്ഥലം കൊടുത്തതാണ്. അത് മരുഭൂമി ഉൾപ്പെടെയുള്ള 50%. ബാക്കി വരുന്ന 45% അറബുകൾക്ക് കൊടുത്തതിൽ 41 ഫലഭൂഷ്ടമായ സ്ഥലമായിരുന്നു. ഇസ്രയേലിന് കൊടുത്തത് ഈ മരുഭൂമിയാണ് കൂടുതൽ. എന്നിട്ട് അവർ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ സമ്മതിച്ചു. UN അംഗീകരിക്കുന്ന നിങ്ങൾ ഇത് അംഗീകരിക്കണ്ടേ? ഇനി 1967-ല് ഒരാഴ്ച നീണ്ടുന്ന യുദ്ധം. ഇസ്രായേൽ ഗാസ പിടിച്ചെടുക്കുന്നു, വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുക്കുന്നു, ഗോലൻ ഹൈറ്റ്സ് പിടിച്ചെടുക്കുന്നു. അപ്പോഴാണ് യഥാർത്ഥത്തിൽ PLO പറയുന്നത് ഇതൊക്കെയാണ് പാലസ്തീൻ എന്ന്. അതുവരെ ഇത് പാലസ്തീൻ അല്ല എന്ന് അവരുടെ ചാർട്ടിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ ചാർട്ടിൽ എഴുതി വെച്ചിരിക്കുകയാണ് ഈ ഗാസ പാലസ്തീൻ അല്ല, വെസ്റ്റ് ബാങ്കും പാലസ്തീൻ അല്ല, ഗോലാൻ ഹൈറ്റ്സും പാലസ്തീൻ അല്ല, ബാക്കി ഇടയ്ക്ക് കിടക്കുന്ന സ്ഥലങ്ങൾ മാത്രമാണ് പാലസ്തീൻ. 67-ലെ യുദ്ധത്തിൽ ഇസ്രായേൽ ഇതെല്ലാം പിടിച്ചെടുത്തു, ചോരയും നീരും കൊടുത്ത് പിടിച്ചെടുത്തപ്പം ഉടനെ വാദം മാറ്റി, ഇതൊക്കെയാണ് പാലസ്തീൻ, ഗാസ ഞങ്ങളുടേതാണ്. ഇത് ആരായിരുന്ന? ഈജിപ്തിൻ്റെ കോളനി. വെസ്റ്റ് ബാങ്ക് ജോർഡൻ്റെ കയ്യിലിരുന്നതാണ്. ഇതാരാ പിടിച്ചെടുത്ത്? ഇസ്രായേൽ. അത് ഞങ്ങളുടെയാണ്. ഇത്ര അപഹാസ്യമായിട്ടുള്ള വാദങ്ങളാണ് അന്നത്തെ ഈ പാലസ്തീനിയൻ മൂവ്മെന്റ് മുന്നോട്ട് വെച്ചത്. എന്തുകൊണ്ടാണ് ഈ പാലസ്തീനികളെ ഒരാളെയും ഈജിപ്റ്റ് എടുക്കാത്തത്, സൗദി എടുക്കാത്തത്? ഈവൻ ഈ പറയുമ്പോൾ കേരളത്തിലും ഒരുപാട് പേരുണ്ടല്ലോ, ഹമാസിന്റെ മാനസികാവസ്ഥയിലുള്ള ഹമാനസ്. അവർക്കാർക്കും ഇവരെ സ്വീകരിക്കാൻ യാതൊരു താല്പര്യമില്ല. പിന്നെ പ്രമേയം പാസ്സാക്കി എന്ന് പറയുന്നത്. ഏതാണ് ഈ ദ്വിരാഷ്ട്രം? 2 രാഷ്ട്രം ഏതാണ്? ഇപ്പൊ തന്നെ 3 രാജ്യമുണ്ട്. ഇതിലെ 2-3 രാജ്യത്തെ ഒരു രാജ്യമാക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? വെസ്റ്റ് ബാങ്ക് എവിടെ കിടക്കുന്നു, ഗാസ എവിടെ കിടക്കുന്നു, ഇസ്രായേൽ എവിടെ കിടക്കുന്നു? ഇതെങ്ങനെയാണ് ഈ ദ്വിരാഷ്ട്രവാദം ഉണ്ടാവുന്നത്? ഇനി ദ്വിരാഷ്ട്രവാദം വരുമെന്നിരിക്കട്ടെ, അത് ആദ്യം എന്താ വേണ്ടത്? അതിനൊരു ശ്രമമായിരുന്നു 2006-ൽ അവിടെ നടന്ന ഇലക്ഷൻ. പാലസ്തീൻ അതോറിറ്റിയും ഗാസ ഒരു ഹെഡിലാവാനായിട്ട് നടന്ന ഇലക്ഷനാണ്. എന്താ നടന്നത്? ഈ ഫത്ത എന്ന് പറയുന്ന പാർട്ടിക്കാരെ ബഹുനില കെട്ടിടങ്ങളുടെ മണ്ടയ്ക്കുന്ന് തള്ളി താഴെ ഇടുക, സിമെന്റിന്റെ സ്ലാബ് കൊണ്ടുവന്ന് മണ്ടക്കടിക്കുക, വെടിവെച്ച് കൊല്ലുക. 400 മുതൽ 600 ഫത്ത, അതായത് പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷന്റെ ഒരു പാർട്ടിയാണ്, അവരെയാണ് ഈ ഹമാസ് കൊന്നൊടുക്കിയത് 2006-ൽ. അത് 2 രാജ്യം ആകുന്നതിന് ഏറ്റവും അടുത്ത് വന്നാണ്. കാര്യം പാലസ്തീനും വെസ്റ്റ് ബാങ്കും, ഗാസ ഒരു രാജ്യം, ഇസ്രായേൽ വേറെ രാജ്യം. ഓസ്ലോ കരാറിൽ എന്തായിരുന്നു? വെസ്റ്റ് ബാങ്ക് 5500 സ്ക്വയർ കിലോമീറ്റർ വലിപ്പമുള്ള ഒരു പ്രദേശത്തിന്റെ 96% കൊടുക്കാമെന്ന് ഇസ്രായേൽ പറഞ്ഞു. ഇന്ന് അതിന്റെ 20% പോലും അവർക്ക് കിട്ടാൻ സാധ്യതയില്ലാത്ത രീതിയിൽ ജിയോ പൊളിറ്റിക്സ് മാറി. എന്നിട്ട് ബാക്കി 96%-ൽ ബാക്കി വരുന്ന 4% ഇസ്രായേൽ പ്രോപ്പറിൽ നിന്ന് കൊടുക്കാമെന്ന് പറഞ്ഞു. കിഴക്കൻ ജെറുസലേമിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാമെന്ന് പറഞ്ഞു. ഗാസ കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ 5600 സ്ക്വയർ കിലോമീറ്ററും 365 സ്ക്വയർ കിലോമീറ്റർ ഗാസയുടെ ആയപ്പോൾ തന്നെ ഏതാണ്ട് 5800 സ്ക്വയർ കിലോമീറ്റർ ഉള്ള ഒരു സ്ഥലം കൊടുക്കാമെന്ന് ഓസ്ലോ കരാറിൽ പറഞ്ഞപ്പോൾ എന്താണ് യാസർ അറാഫത്ത് പറഞ്ഞത്? അത് പറ്റില്ല, ഞങ്ങൾക്ക് റൈറ്റ് ടു റിട്ടേൺ വേണം, പുറത്തുള്ള ആളുകളെല്ലാം തിരിച്ചു കൊണ്ടുവരണം. അതൊരു പരിമിതമായ സംഖ്യ അംഗീകരിക്കാൻ ഇസ്രായേൽ തയ്യാറായിരുന്നു. പക്ഷേ ലക്ഷങ്ങളുടെ എണ്ണമാണ് ഉന്നയിച്ചത്. അന്നാണ് യാസർ അറാഫത്ത് തന്നെ ഏറ്റവും ദുഃഖിപ്പിച്ച മനുഷ്യനാണെന്ന് ബിൽ ക്ലിന്റൺ പറഞ്ഞത്. ക്ലിന്റനെ കുറിച്ച് അറാഫത്ത് പൊക്കി പറഞ്ഞു, യു ആർ എ ഗ്രേറ്റ് മാൻ. അപ്പോൾ ക്ലിന്റൺ പറഞ്ഞു, ഞാൻ ഗ്രേറ്റ് ഒന്നും അല്ല, ഗ്രേറ്റ് ആയിരുന്നിരിക്കും അവർ, പക്ഷേ എന്നെ വെറും ഒരു തോൽവിയാക്കി മാറ്റിയത് നിങ്ങളാണ്. ഇത്രയും നല്ല ഒരു പ്രപ്പോസൽ കിട്ടിയിട്ടും ഇത് സ്വീകരിച്ചില്ല. എന്നിട്ട് ചില ഘട്ടങ്ങളിൽ പകുതിയായിട്ട് സ്വീകരിച്ചപ്പോൾ യാസർ അറാഫത്ത് എന്താ പറഞ്ഞിരുന്നത്? ഇത് ഹുദൈബിയ ട്രീറ്റിയുടെ അതേൻ്റെ ഇമിറ്റേഷനായിട്ട് നമുക്ക് എടുക്കാം, നമ്മുടെ കാര്യം കണ്ടു കഴിഞ്ഞാൽ ട്രീറ്റിയിൽ നിന്ന് പിന്മാറാം എന്ന് പറഞ്ഞ ആളാണ് യാസർ അറാഫത്ത്. അപ്പോൾ ഇസ്രായേൽ അതിൻ്റെ ചരിത്രത്തിലുടനീളം, അപ്പോൾ 47-ലെ UN ഡിക്ലറേഷൻ തൊട്ടാണെങ്കിലും അവർ വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ടെന്നുള്ള ഒരു വസ്തുതയാണ്. പിന്നെ അവർക്ക് അവിടെ റൈറ്റ് ഉണ്ട്. പറഞ്ഞ വർഷം 47-ൽ 11% ജനസംഖ്യ ജൂതന്മാരെയാണ്. അവർ നല്ല പങ്കും പൈസ കൊടുത്ത് വാങ്ങിച്ചാണ്. പൈസ കൊടുത്ത് സ്ഥലം വാങ്ങിച്ചൂടെ? ഈ ലോകത്തിൻ്റെ ചരിത്രം മുഴുവൻ എങ്ങനെയാണ്? ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി താമസിച്ചല്ലേ? ആസ്ട്രേലിയ ആരാണുള്ളത്? അമേരിക്ക ആരാണുള്ളത്? ഈ ഉമർ അവിടെ എങ്ങനെയാണ് വന്നത്? ഈ അറബികൾ എങ്ങനെയാണ് ആഫ്രിക്കയിൽ വന്നത്? എങ്ങനെയാണ് ഇസ്ലാം എങ്ങനെയാണ് ഇറാനിൽ വന്നത്? ഇതെല്ലാം ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷട്ടിൽ ചെയ്യുന്നതാണ്, അവർ മൈഗ്രേറ്റ് ചെയ്യുന്നതാണ്, കുടിയേറുന്നവരാണ്, അവർ പലായനം. ഇതൊക്കെ ചരിത്രത്തിന്റെ ഭാഗമല്ലേ? ഇത് ചരിത്രത്തിലൊന്നും സംഭവിക്കാത്ത കാര്യമാണോ? അതിലേക്ക് എത്ര ഉദാത്തമായ കാര്യമാണ് പൈസ കൊടുത്ത് ഭൂമി വാങ്ങിക്കുക.
പൈസ കൊടുത്ത് ഭൂമി വാങ്ങിച്ചു, പിന്നെ അവരെ പൊളിറ്റിക്കലായിട്ട് അവരെ എക്സ്പാൻഡ് ചെയ്യുന്നു. അത് UN അംഗീകാരം വരുന്നു. UN അല്ലേ നിങ്ങളെ ചക്ര ഏജൻസി. ഇവിടെ ഇസ്രയേൽ, നിങ്ങൾ പറയുന്നു വർഷങ്ങളായിട്ട് ഇസ്രയേൽ അധിനിവേശം നടത്തുന്നു.